വരും തലമുറയ്ക്ക് നമ്മുടെ ഏറ്റവും വലിയ കരുതലാണ് ശുചിത്വം. പുനലൂർ നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. നഗരസഭയുടെ കരുതലിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ് അവർ വിളംബരം ചെയ്തിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശുചിത്വത്തിന് മാതൃക കാട്ടിയ പത്തനാപുരം ഗാന്ധി ഭവന്റെ സ്ഥാപകനെ ഡോക്ടർ പുനലൂർ സോമരാജിനെ പുനലൂർ നഗരസഭയുടെ ബ്രാൻഡ് അംബാസഡറാക്കി. പുനലൂർ രാജാരോഹിണി ഹാളിൽ നടന്ന മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നടന്ന പൊതുചടങ്ങിലാണ് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പുഷ്പലത കെ പ്രഖ്യാപിച്ചത്. പുനലൂർ നഗരസഭയുടെ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപുലമായ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, നഗരസഭാ ജീവനക്കാർ, അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ്, ICDS ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ നഗരസഭയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവരും പങ്കെടുത്ത ഒരു യോഗമാണ്. വ്യത്യസ്തമായ മേഖലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടുണ്ട്. അതിനുപരിയായി നമുക്ക് പുനലൂർ നഗരസഭയുടെ അംബാസഡറായി, ഗ്രീൻ അംബാസഡറായി, ശുചിത്വ മിഷൻ്റെ അംബാസഡറായി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് പുനലൂർ സോമരാജൻ സാറിനെയാണ്. ഗാന്ധി ഭവൻ സെക്രട്ടറിയാണ്, അതിൻ്റെ ജനറൽ മാനേജർ ആൻഡ് ട്രസ്റ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ ശുചിത്വ മിഷൻ്റെ ഇന്നത്തെ പൊതുയോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. പ്രത്യേകമായി അജണ്ട വെച്ചുകൊണ്ട് മുനിസിപ്പൽ കൗൺസിൽ ചേരുകയും കൗൺസിലിൻ്റെ തീരുമാനത്തിന് ശേഷം 13-ാം തീയതിയോടുകൂടി വിപുലമായ ആലോചനാ യോഗം നടന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പൊതുസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. വ്യക്തിക്ക് വ്യക്തിയുടേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, കുടുംബത്തിന് കുടുംബത്തിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, സമൂഹത്തിന് സമൂഹത്തിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുകൊണ്ട് അവലോകന യോഗം നടത്തിക്കൊണ്ട് അതിബൃഹത്തായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തി ഈ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടാൻ പോകുന്നു. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഏതാണ്ട് 1200-300ഓളം വരുന്ന അഗതികളെ, അങ്ങനെ പറയും, അവരെ സംരക്ഷിച്ച്, അവരുടെ ആരോഗ്യം സംരക്ഷിച്ച്, അവരെ ശുശ്രൂഷിച്ച് നാടിൻ്റെ അഭിമാനമായി മാറിയ, പ്രത്യേകിച്ച് പുനലൂരുകാരുടെ ഒരു അഹങ്കാരം കൂടിയായിട്ടുള്ള പ്രിയ സഹോദരൻ ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ പുനലൂർ സോമരാജനാണ് ഈ ശുചിത്വ മിഷന്റെ അംബാസഡറായി പ്രവർത്തിക്കുന്നത്. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി യോഗത്തിലെ യഥാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പുനലൂർ നഗരസഭ ശുചിത്വ മിഷന്റെ അംബാസഡറായി എന്നെ നിശ്ചയിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പുനലൂർ എന്ന പേരുകൂടി ചേർത്ത് ആണ് ഞാൻ നിലകൊള്ളുന്നത്. പുനലൂരിനെ പറ്റി എനിക്ക് എന്നും അഭിമാനവും പുനലൂരിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹവുമുണ്ട്. പുനലൂരിൽ നടന്നു വരുന്ന ശുചിത്വ പരിപാലന പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. കരമാലിന്യ സംസ്കരണത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്തെത്തി നിൽക്കുന്ന ഒരു നഗരസഭയാണ് പുനലൂരിലേത്. അതുപോലെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് വളരെ സുദീർഘവും ശ്രദ്ധേയവുമായി പ്ലാച്ചേരി പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇത് നിരവധി
സംരംഭങ്ങളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഇത് വന്ന് കാണുകയും ഇത്തരത്തിലുള്ള മാതൃകകൾ സ്വീകരിക്കാൻ സന്നദ്ധമാവുകയും ചെയ്യുന്നു. ഏതാണ്ട് 125 അധികം വരുന്ന ഒരു ഹരിതകർമ്മ സേന ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും വളരെ മഹത്വമാർന്ന ശുചിത്വ പ്രവർത്തനങ്ങളാണ് പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ മഴക്കാല രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ചർച്ചകൾ, അതിനുവേണ്ടിയുള്ള പ്രായോഗിക പദ്ധതികൾ ഒക്കെ ആവിഷ്കരിക്കുകയാണ്. അതെല്ലാം കൊണ്ടും ഈ ശുചിത്വ കേരളം, നമ്മുടെ ഭാരതം മൊത്തം സ്വച്ഛ് ശുചിത്വ ഭാരതം, ഇതൊക്കെ സ്വപ്നം കാണുന്ന നമുക്ക് പുനലൂർ നഗരസഭ ശുചിത്വ പരിപാലനത്തിൽ ഒരു മാതൃകയാവുകയാണ്. അത് കാണുമ്പോൾ പുനലൂർക്കാരനായ ഈ നഗരസഭയുടെ ശുചിത്വത്തിൻ്റെ അംബാസഡറായി നിയോഗിക്കപ്പെട്ട എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. അത് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നു. നമസ്കാരം. വീടും സ്ഥാപനങ്ങളും പൊതു ഇടങ്ങളും മാലിന്യ മുക്തമാക്കി പകർച്ചവ്യാധികളെ തടയുക, മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ശാസ്ത്രീയമായി സംസ്കരണം നടത്തുന്നതിനും ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുക, ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തി വാതിൽപ്പടി ശേഖരണം നടത്തുക, ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുക, അതിനാവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക, എല്ലാ ഞായറാഴ്ചയും ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ കൊതുക് വിമുക്ത വീടുകൾ എന്ന ആശയം നടപ്പിലാക്കുക തുടങ്ങി മനുഷ്യൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വില കൽപ്പിക്കുന്ന ആരോഗ്യകരമായ നടത്തിപ്പിൻ്റെ ചുക്കാൻ പിടിക്കുകയാണ് പുനലൂർ നഗരസഭ. ആദ്യമായിട്ട് ഉഗാണ്ട എന്ന് പറയുന്ന സ്ഥലം, അവിടെയുള്ള ഒരു വെസ്റ്റ് നൈൽ ഡിസ്ട്രിക്റ്റിലാണിത് ആദ്യമായിട്ട് ഇത് ഡയഗ്നോസ് ചെയ്തത്. അവിടെ വെച്ചാണ് ഈ വൈറസിനെ ഐസൊലേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് വെസ്റ്റ് നൈൽ വൈറസ് എന്ന് നമ്മളതിന് പേരിട്ട് വെസ്റ്റ് നൈൽ ഫീവർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോഴത്തേക്ക് ഇത് ക്യൂലെക്സ് കൊതുകുകളാണിത് പരത്തുന്നത്. ക്യൂലെക്സ് കൊതുകിൻ്റെ ബൈറ്റ് കിട്ടുന്നപ്പം ഒരു 2 ദിവസത്തിനകം ചിലർക്ക് അസുഖം വരും, ചിലർക്ക് 2 ദിവസം മുതൽ 2 ആഴ്ച വരെ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് പോകാം. അത് ശരിക്കും ഒരു പനിയായിട്ടാണ് തുടങ്ങുന്നത്. ഒരു സാധാരണ പനി ആയിട്ട് തുടങ്ങിയിട്ട് അത് ഒരു മെനിഞ്ചൈറ്റിസ്, അതായത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അസുഖമായിട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അതായത് പനി, ശരീരം വേദന, കടുത്ത തലവേദന, ഛർദിൽ, ചിലർക്ക് ഫിറ്റ്സ് പോലൊക്കെ വരാം, ചിലർക്ക് ഓർമ്മ പോകാം, കോമയിലേക്ക് പോകാം. ഡെത്ത് റേറ്റൊക്കെ കുറവാണ്.